പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാനായി അടുത്ത മത്സരത്തിൽ ഇറങ്ങുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളിയായി വരുന്നത് CISF എന്ന് പറയുന്ന ഒരു ടീമാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ് CISF എന്ന് പറയുന്ന ഈ ടീം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും ദിനം എണ്ണിയുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ ലൈനപ്പിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ ഒരേ ഒരു മാറ്റം മാത്രമാണ് വരാൻ സാധ്യതകൾ കാണുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ മധ്യനിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ. എന്നാലിപ്പോൾ അദ്ദേഹം പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന് അത്ര ഗുരുതരമായ പരിക്കൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ആദ്യ 11 തന്നെ താരം ഇടം പിടിച്ചേക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഡാനിഷ് ഫറൂഖ് മാത്രമായിരിക്കും എന്തായാലും ആദ്യ 11 കടന്നു വരാനുള്ള സാധ്യതകൾ. ബാക്കിയെല്ലാം പഴയ താരങ്ങൾ പോലെയായിരിക്കും. ഗോൾ കീപ്പർ സോംകുമാർ തന്നെ ഇറങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഡിഫൻസിൽ അതേ താരങ്ങൾ തന്നെ തുടരും. മധ്യനിരയിൽ മാത്രം ഡാനിഷ് ഫറൂഖ് ആയിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ ഫ്രെഡിയോടൊപ്പം എന്തായാലും ഡാനിഷ് ഫറൂഖും ഉണ്ടാകും. ഫ്രെഡി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് CISFനെതിരെ മികച്ചൊരു ലീഡ് നേടി വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇരട്ടി സന്തോഷം പകരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്.